ഹലോ ഹായ് ക്രിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വളരെ വിഷമം നൽകുന്ന ഒരു കാര്യം നടന്നിട്ടുള്ളത്, അതായത് IPL നിന്ന് രണ്ട് ടീമുകൾ ഇന്നലെ പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ട്. ഫസ്റ്റത്തെ കളിയിലെ CSK LSG മാച്ചിൽ LSGയും, രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ RCB മത്സരത്തിലെ മുംബൈയും ഇന്നലെ പ്ലേ ഓഫ് കാണാതെ പുറത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റത്തെ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറുൾ പട്ടേലിൻ്റെ ഒരു പവർഫുൾ ഹിറ്റിംഗ്, അതായത് പവർഫുൾ ഹിറ്ററാണ് എങ്കിൽ പോലും പവർഫുൾ ഉറുൾ പട്ടേലിനെ കാണാൻ സാധിച്ചത് ഇന്നലെ മാത്രമാണ്. കണക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതുവരെ. ഇന്നലെ കണക്ഷൻ കിട്ടിയപ്പോൾ ആൾ അടി അടിച്ചിട്ട് ടീമിനെ വലിയ സ്കോറിലേക്ക് കൊണ്ടുപോയി. ഏകദേശം 10 ഓവർ 130 എന്നുള്ള സ്കോറിലേക്ക് ഉറുൾ പട്ടേലിൻ്റെ ആ ഒരു പവർഫുൾ ഇന്നിങ്സാണ് എത്തിച്ചത്. പിന്നീട് കളി എവിടേക്കോ സ്ലോ ആയതിനു ശേഷമാണ് 20ാമത്തെ ഓവർ വരെ കളി നീണ്ടുപോയത്. അതല്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്നവർ കുറച്ചുകൂടി സ്പീഡിൽ കളിച്ച് കഴിഞ്ഞാൽ കളി ഒരു 17ാമത്തെ ഓവർ 16ാമത്തെ ഓവർ കളി സിമ്പിളായിട്ട് കഴിഞ്ഞിരുന്നു. കാരണം ബോളർ രണ്ടും തമ്മിൽ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ബോൾ ഡിഫറൻസിലേക്കാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്റ് ചെയ്ത LSG ജോഷ് ഇംഗ്ലീഷിൻ്റെ കരുത്തിലാണ് 203 എന്നുള്ളൊരു ടോട്ടലിലേക്ക് എത്തിയത്. ജോഷ് ഇംഗ്ലീഷ് 33 ബോളിന് 85 റണ്ണും. പിന്നീട് കാര്യമായിട്ട് ആകെ ചെയ്തിട്ടില്ലേ ഷഹബാസ് അഹമ്മദ് മാത്രമാണ്. ഷഹബാസ് അഹമ്മദ് 25 ബോളിൽ 43 റൺസ് മത്സരത്തെ ടീമിനെ ഈ ടോട്ടലിലേക്ക് നയിച്ചത്. ഷഹബാസ് അഹമ്മദിൻ്റെ ലാസ്റ്റത്തെ വെടിക്കെട്ട് പ്രകടനമാണ്. ഒരു ക്യാച്ച് മിസ്സായെങ്കിൽ പോലും ഷഹബാസ് അഹമ്മദ് കളിച്ച ആ ഒരു ഇന്നിങ്സ്, അതുകൊണ്ടാണ് 203 എന്നുള്ളൊരു ടോട്ടലിലേക്ക് LSGക്ക് എത്താൻ സാധിച്ചത്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്കോർ ചിലപ്പോൾ അടങ്ങിയത് ഒരു 180 ആ ലെവലിലേക്ക് നിന്നിരുന്നു. പക്ഷേ ഷഹബാസ് അഹമ്മദിൻ്റെ നല്ലൊരു ഇന്നിങ്സ്, ലാസ്റ്റ് ബോളിൽ നല്ലൊരു സിക്സ്, അതുകൊണ്ടാണ് LSG ആ ലെവലിലേക്ക് എത്തിയത്. സ്കോർ കാർഡിൽ നോക്കുമ്പോൾ ജോഷ് ഇംഗ്ലീഷ് 33 ബോളിന് 85 റണ്ണും, മിച്ചൽ മാർഷ് 10 ബോളിന് 10 റണ്ണ്, നിക്കോളസ് വരെ 3 ബോളിന് 100 റണ്ണ്, ക്യാപ്റ്റനായ ഋഷഭ് പന്ത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, 12 ബോളിന് 15 റണ്ണ്, ഏഴ് മാത്രം റണ്ണൗട്ട് ആയതാണ്, 7 ബോളിന് 6 റണ്ണ്. പിന്നുള്ളത് പുതുമുഖമായ രഘുവംശി ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് 18 ബോളിന് 18 റണ്ണ്, അതായത് ഏറ്റവും ലോവസ്റ്റ് ഇന്നിങ്സാണ് കളിച്ചിട്ടുള്ളത്. പിന്നുള്ളത് എമക് സിംഗ് ആണ്. എമക് സിംഗ് കളിച്ചത് 12 ബോളിന് 17 റണ്ണാണ്. പിന്നെ മുഹമ്മദ് ഷാമി ഒരു ബോൾ ബാറ്റ് ചെയ്തിട്ടുള്ള റണ്ണൗട്ടായി. പിന്നെ ഉള്ളത് ആവേശ് ഖാനാണ്. നമ്മൾ ഞാൻ ബോളർമാരല്ലേ. ചെന്നൈയിൽ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അക്യൂസിന് നല്ല തല്ല് വാങ്ങി. പവർ പ്ലേയിൽ തന്നെ നല്ല അടി വാങ്ങേണ്ട അവസ്ഥയായി. അതായത് ജോഷ് ഇംഗ്ലീഷിൻ്റെ നന്നായിട്ട് അടി വാങ്ങേണ്ടി വന്നു. 4 ഓവർ ബോൾ ചെയ്ത് 49 റൺ വിട്ട് കൊടുക്കേണ്ടി വന്നു. പിന്നെ മുകേഷ് ചൗധരിയാണ് 4 ഓവർ 45 റൺ. വിക്കറ്റ് ഒന്നും നേടാൻ സാധിച്ചില്ല. 2 പേർക്ക് വിക്കറ്റ് നേടാൻ സാധിച്ചിട്ടില്ല, നല്ല തല്ല് പോലും ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കമോജിന് വിക്കറ്റ് കിട്ടിയെങ്കിൽ പോലും നന്നായിട്ട് തല്ല് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ നൂർ അഹമ്മദ് ആണ് ബോൾ ചെയ്തതിൽ 6 എക്കണോമി ബോളറിങ് ഒരേ ഒരു ബോളർ. അതായത് നൂർ അഹമ്മദ് 4 ഓവറിന് 24 റൺസ് വിറ്റ് കൊടുത്തൊരു വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട പ്രകടനം ഓവർട്ടൻ്റെ പ്രകടനമാണ്. 4 ഓവറിന് 36 റണ്ണ് വഴങ്ങി 3 വിക്കറ്റ് എടുത്ത ഒരു നല്ല ബോളിംഗ് പ്രകടനമാണ് ഓവർട്ടൺ കാഴ്ചവെച്ചത്. ചെന്നൈ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ സഞ്ജു സാംസണും രുദ്രാജ് ഗെയ്ക്വാഡും തമ്മിൽ ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ഫസ്റ്റ് തന്നെ ബിൽഡ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമാണ് പിന്നെ ഉറുൾ പട്ടേൽ വന്നിട്ട് അടി അടിച്ചത്. സഞ്ജു സാംസൺ 14 ബോളിന് 28 റൺസും, അതേപോലെ ഗെയ്ക്വാദ് 28 ബോളിന് 42 റൺസും, ഉറുൾ പട്ടേൽ 23 ബോളിന് 65 റൺസും, അതേപോലെ കാർത്തിക് ശർമ്മ. ഞാൻ കാർത്തിക് ശർമ്മയെ കുറിച്ച് പറഞ്ഞിരുന്നു. കാർത്തിക് ശർമ്മ ഒരിക്കലും ന്യൂജൻ T20യിലേക്ക് പറ്റിയൊരു പ്ലെയർ അല്ല. ആദ്യം ഒരു സ്റ്റാൻഡ് കണ്ടെത്തി പിന്നടിച്ച്, അതായത് ഏകദിനത്തിലൊക്കെ കളിക്കുന്ന ഒരു കളി, അല്ലെങ്കിൽ പഴയ T20 ലെവലിൽ കളിക്കുന്ന ഒരു കളി, അതിപ്പോൾ കളിച്ചിട്ടൊരു കാര്യമില്ല. കാരണം 200 എന്നുള്ളത് പോലും ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത സ്കോറായിരുന്നു. പണ്ട് വെച്ച് കഴിഞ്ഞാൽ 160 150 വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡിങ് സ്കോറായിരുന്നു. അപ്പോൾ അത് ഡിഫെൻഡിങ് സ്കോർ അല്ല. 200 ഡിഫെൻഡിങ് സ്കോർ അല്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇങ്ങനത്തെ ഒരു ഇന്നിങ്സുകളൊന്നും ചെയ്യാൻ പറ്റില്ല. 20 ബോളിന് 20 റണ്ണ്, അതിലൊരു 4 മാത്രമേ ഉള്ളൂ. പിന്നെ ഡെവാർഡ് ബ്രേസ് ആണ്. ഡെവാർഡ് ബ്രേസ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഫോം ഇല്ല. കളിച്ച എല്ലാ കളികളും ആൾ ഫോം ഔട്ടായിട്ട് തന്നെ തുടരുകയാണ്. 12 വന്നത് 10 റണ്ണ്. ഇതാ ശിവൻ ദുബെ ലാസ്റ്റ് അടിച്ച 2 സിക്സ് കളിയിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നുള്ളത് പ്രശാന്ത് വീരാണ്. പ്രശാന്ത് വീര് 12 ബോളിൽ 17 റൺസ് എടുത്തു. അതിന് 2 സിക്സ് ഉണ്ടായിരുന്നു. അതിലൊരു ക്യാച്ചൊക്കെ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ എങ്കിൽ പോലും നന്നായിട്ട് കളിച്ചു. ഇനി LSG തോക്കാൻ കാരണം അത് ക്യാപ്റ്റൻസി മിസ്റ്റേക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. ഷഹബാസ് അഹമ്മദിന് ഒരു ഓവർ അവിടെ ബാക്കി നിൽക്കുന്നത്, ആൾ 2 വിക്കറ്റ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. ആ 2 വിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ബോളറെ മാറ്റി അവിടെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് അല്ലെങ്കിൽ കരുതിയിട്ട് അവിടെ കൊടുന്ന് ഏറ്റമാക്കാനായിട്ട് ബോൾ ചെയ്യിപ്പിക്കുക. അതും ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് സ്പിന്നർമാർക്ക് ഉള്ള ശിവൻ ദുബെക്കെതിരെയാണ് ആരെ ബോൾ അറിയാൻ വരുന്നത്. 7 മാർക്കും ബോൾ അറിയാവുന്നുണ്ട്. നമുക്ക് സംശയമില്ല, ഒരു ഫേസറാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കളി ചിലപ്പോൾ അവർക്ക് അനുകൂലമായി മാറിയേക്കാം. സ്പിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ ദുബെക്ക് സ്പിന്നറെ അടിക്കാന്നുണ്ടെങ്കിൽ വേറെ ഒരു കാര്യമില്ല. കാരണം സ്പിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവൻ ദുബെ അടിച്ച് തമർത്തിരിക്കും. അതിലൊരു സംശയമില്ലാത്ത കേസായിരുന്നു. അങ്ങനെ വന്ന് മിസ്റ്റേക്ക് കൊണ്ടാണ് കളി എന്ത് ചെയ്തത്, ഇന്നലെ അവരെ കൈവിട്ട് പോയത്. കളി 10 ഓവർ വരെ ചെന്നൈയുടെ കയ്യിലായിരുന്നു. പിന്നീട് ഇവർ കളിച്ച ഈ സ്ലോ ഓവർ റേറ്റിംഗ് കൊണ്ടാണ് എന്ത് ചെയ്തത്, കളി LSGയുടെ ഭാഗത്തേക്ക് കുറച്ചെങ്കിലും തിരിഞ്ഞത്. അവർ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് ഷാമി 4 ഓവർ ഇറങ്ങി 37 റൺസിന് വിക്കറ്റൊന്നുമില്ല. ദെൻ പ്രിൻസ് യാദവ് 4 ഓവർ 36 റണ്ണ്, വിക്കറ്റൊന്നുമില്ല. ദിനേഷ് റാത്തി 4 ഓവർ 45 റണ്ണ്, 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ആവേശ് ഖാൻ 4 ഓവർ 46 റണ്ണ്, 1 വിക്കറ്റ് ഉണ്ട്. പിന്നെ ഷഹബാസ് അഹമ്മദ് 3 ഓവറിന് 30 റണ്ണ് വിട്ട് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇടമാക്കാണ് 2 ബോൾ ഇറങ്ങുള്ളൂ. അതിൽ 2 വൈഡ് ആയിരുന്നു. അതായത് 10 റണ്ണ് ജയിക്കാണ്ടാവുമ്പോൾ 2 വൈഡ് ഇറങ്ങി 8 റണ്ണാക്കി. ദെൻ 2 സിക്സും കൊടുത്തിട്ട് കളി എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്തു. ഇതേ
മിസ്റ്റേക്കും കൊണ്ടാണ് ഇന്നലെ എന്ത് ചെയ്തത് മുംബൈ പുറത്തായത്. ഇപ്പോൾ ഈ കളിയോടെ LSG എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അതിലേക്ക് എത്താൻ സാധിക്കില്ല. ഇപ്പോൾ എല്ലാ കളി ജയിച്ചെങ്കിലും 12 പോയിന്റ് ആകത്തോളം 12 പോയിന്റ് കൂടി എവിടെ എത്താൻ പറ്റില്ല. ഇനി അവർക്ക് എവിടെ എത്താൻ സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 13 പോയിന്റുമായിട്ട് ഒരു ടീം, 14 പോയിന്റായിട്ട് 3 ടീം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി 12 പോയിന്റായിട്ട് എത്താൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ LSG 2026 നിന്ന് പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുന്നു. ഇനി അടുത്ത മാച്ചുകളെല്ലാം നല്ല റൺ റേറ്റോടെ ജയിച്ചിട്ടും ഒരു കാര്യം തന്നെയില്ല, പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി എന്നുള്ളത് 100% ഉറപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മുംബൈ ഇന്ത്യൻസും പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി എന്നുള്ളത് 100% ഉറപ്പിച്ചിരിക്കുന്നു. പിന്നെ പറയാനുള്ളത് ഉർവിൽ പട്ടേലിൻ്റെ ഇന്നിങ്സാണ്. ഇതുവരെ ബോളിന് കണക്ഷൻ കിട്ടിയില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് മാത്രം പെട്ടെന്ന് പുറത്തായത്. എന്തുകൊണ്ടാണ് താൻ 28 ബോളിന് സെഞ്ചുറി അടിച്ച് എന്നുള്ള ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. 28 ബോളിന് സെഞ്ചുറി അടിക്കലെ കൽപ്പ് തനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് കണക്ഷൻ ഇപ്പോൾ കിട്ടാത്തത് കൊണ്ട് മാത്രം എന്തായി, ബോളും ബാറ്റും തമ്മിൽ കണക്ഷൻ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് പോകുന്നുകൊണ്ടിരുന്നത്. പക്ഷെ പോകുന്നുകൊണ്ടിരുന്ന ആൾ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ തന്നെയായിരുന്നു. സ്ട്രൈക്ക് റേറ്റ് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. മിനിമം 8-10 ബോൾ ബാറ്റ് ചെയ്യുക, 20-22 റൺസ് എടുക്കുക, എന്നിട്ട് വിക്കറ്റ് എടുക്കുക. പക്ഷെ ഇന്നലെ അങ്ങനെയായിരുന്നില്ല. 13 പന്ത്, അതായത് IPL ഹിസ്റ്ററിയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 അടിച്ച ജയ്സ്വാളിൻ്റെ ഒപ്പം ആ ഒരു സ്ഥാനം കയ്യേറാൻ ആൾക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇനി അതിന് മേലെ ഒരു 12 ബോളിൽ 11 ബോളിൽ 50 വരുമെന്നുള്ളതല്ല, ശരിക്കും 12 ബോളിൽ 50 അടിക്കാമായിരുന്നു. 11 ബോളിൽ നിന്ന് 48 റൺസ് എന്ന നിലയിലാണ് നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും 13 ബോളിൽ നിന്ന് 50 അടിച്ച് ജയ്സ്വാളിനൊപ്പം ആ സ്ഥാനം ആൾ ഇപ്പോൾ ഉർവിൽ പട്ടേലിനും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് 50യിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഉർവിൽ പട്ടേലും അതേപോലെ തന്നെ ജയ്സ്വാളുമാണ്. ഇന്നത്തെ കളിയിൽ ഗെയ്ക്വാദിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. എല്ലാ കളിയും സ്ലോ തുടങ്ങി പിന്നീട് ലാസ്റ്റ് അടിക്കുക എന്നുള്ളതാണ് ഗെയ്ക്വാദിൻ്റെ ഒരു ഇതുണ്ടായിരുന്നത്. അത് ഇന്നലെ നിന്ന് മാറി. കാരണം ഇന്നലെ ആൾ ഫസ്റ്റിന് കുറച്ച് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റും. ഇപ്പോൾ 200 റൺസ് എന്നുള്ള ടാർഗറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ കളിച്ചിട്ടുണ്ടായിരിക്കാം. ചെന്നൈ ജയിച്ച് ഇപ്പോൾ 5ാം സ്ഥാനത്തിലേക്ക് ചെന്നൈ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇപ്പോഴും പ്ലേ ഓഫ് നല്ല രീതിയിൽ തന്നെ ഓണായി നിൽക്കുകയാണ്. അടുത്ത 3 കളിയിൽ നിന്ന് 2 കളിയിൽ വിജയിക്കാൻ പറ്റി കഴിഞ്ഞാൽ ചില പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പില്ല. കാരണം മേലെ നിൽക്കുന്നവർക്കെല്ലാം 14 പോയിന്റ് ആയി. ഇപ്പോൾ പഞ്ചാബിന് 13 പോയിന്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു കനത്ത പോരാട്ടം നമുക്ക് എന്ത് ചെയ്യാം, പ്ലേ ഓഫിൽ കാണാം. പ്ലേ ഓഫിന് വേണ്ടി കാണാം എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇപ്പോൾ 8 ടീമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ഓഫിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. ഇന്നത്തെ കളിയിൽ ഡൽഹി തോറ്റി കഴിഞ്ഞാൽ ഡൽഹി പുറത്താവും. ദെൻ ഓരോ കളി ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കളി കഴിയുമ്പോഴും ഓരോ ടീമും പ്ലേ ഓഫ് കാണാതെ പുറത്തായി എന്നുള്ള ന്യൂസ് നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ 2 ടീം പുറത്തായി കഴിഞ്ഞു, ഇനി ടീമുകൾ പുറത്താവാണ്ടേ. ഇന്നിപ്പോൾ ഡൽഹി തോറ്റ് കഴിഞ്ഞാൽ ഡൽഹി പുറത്തേക്ക് പോകും. VVKസിന് ഇന്ന് വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ VVKS അത്രയും എഫേർട്ട് ഇട്ടാവുന്ന കളിക്കേണ്ടവ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഡൽഹി പുറത്തേക്ക് പോകും. അപ്പോൾ പുറത്താവുന്ന 3 ടീമാവും. ഇനി അതുവരെ ഡൽഹി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹിക്ക് പിന്നെയും മാച്ചസ് വിജയിച്ചേ പറ്റുള്ളൂ. പിന്നെയും തോക്കാൻ പാടില്ല, തോക്കാതെ വിജയിച്ചേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഡൽഹിക്കും പ്ലേ ഓഫ് സാധ്യതയുള്ളൂ. അപ്പോൾ ഇന്ന് തോക്കാതിരിക്കാന്നുണ്ടെങ്കിൽ ഡൽഹി മാക്സിമം നോക്കുക. കാരണം ഒരു ഫൈറ്റ് മാച്ചാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിക്ക് തോറ്റാൽ പുറത്താവും. പഞ്ചാബിന് ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പഞ്ചാബിൻ്റെ റിസ്ക് പിന്നെയും കൂടും. ഇപ്പോൾ കളിച്ച 3 കളി ലാസ്റ്റത്തെ തോറ്റിനാണ്. അപ്പോൾ പഞ്ചാബിന് എന്ത് ചെയ്യും, റിസ്ക് കൂടും. അപ്പോൾ അതിനൊരിക്കലും പഞ്ചാബ് നിൽക്കില്ല. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.